ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നെയ്മീൻ കൊണ്ടൊരു കറിയാണ്. ആദ്യം നമുക്ക് മീനെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം കഷ്ണങ്ങളാക്കിയെടുക്കാം. പിന്നീട് നമുക്ക് മീനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും തീരെ മൂപ്പിച്ചെടുക്കാതെ വറുത്തെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു പിടി ചുവന്നുള്ളി തോൽ മാറ്റിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴറ്റാൻ ആവശ്യമായ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്പൂൺ വീതം കുരുമുളകും മല്ലിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റിയ ശേഷം ഒരു അര സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 സ്പൂൺ കണക്കാക്കി തേങ്ങ ചിരുവിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കറിയിൽ അധികം തേങ്ങ ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. തേങ്ങ എല്ലാം ചേർത്ത് വഴറ്റിയ ശേഷം ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്ത് കൊടുക്കരുത്, അവസാനമാണ് ജീരകം ചേർത്ത് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയ ശേഷം ഞാനിന്ന് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ്. അതുകൂടി ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നമുക്ക് അവസാനമായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് മഞ്ഞളും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇനി നമുക്ക് ഒരു ഉരുള പുളി കൂടി ചേർത്ത് തണുക്കാൻ വെക്കാം. ശേഷം മിക്സിയിലടിച്ച് അരപ്പ് തയ്യാറാക്കി മാറ്റി വെച്ചേക്കാം. ഇനി ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയാലുടൻ തന്നെ നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ ചതച്ച വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് വാടി കിട്ടുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനോടൊപ്പം കുറച്ച് വെള്ളം കൂടി കലക്കി ബാക്കി അരപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വറ്റിച്ചെടുക്കേണ്ട കറിയാണ്, അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിയെല്ലാം നല്ല തിളച്ച് കുറുകി വന്ന ശേഷം മാത്രമേ മീൻ ഇടാവൂ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീനാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി വേവിക്കാനൊന്നുമില്ല. ഇതിലിട്ട ശേഷം നമുക്ക് 1-2 മിനിറ്റ് വെച്ചിട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി പൊരിച്ച് വെച്ചിരിക്കുന്ന മീനെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചോറിനോടൊപ്പം മാത്രമല്ല, ചപ്പാത്തിയോടും അപ്പത്തിനോടൊപ്പം കഴിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീനെല്ലാം ഇട്ട ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാകും. പിന്നീട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ചട്ടിയിലെ ചൂടിലിരുന്ന് തന്നെ അതൊക്കെ വെന്ത് വരുന്നതാണ്. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് കുറുകിയ ചാറോട് കൂടിയ മീൻ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.